അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു നമുക്കൊക്കെ വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും പരിശുദ്ധവും പരിപാവനവുമായ പുണ്യമായ റബീഉൽ അവ്വലിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആദരിക്കലും ബഹുമാനിക്കലും എല്ലാം വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും സ്വർഗ്ഗപ്രവേശനത്തിനും കാരണവുമാണ്. അള്ളാഹു അങ്ങനെയൊക്കെ അള്ളാഹു മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ ഭാഗ്യം നൽകിയിരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകളെ പറ്റിയാണ്. ആ ആയത്തെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ വലിയൊരു കലവറയാണ് ആ ആയത്തുകൾ. ആ ആയത്തിന്റെ മഹത്വവും അതിന്റെ മഹാത്മ്യവും അതിന്റെ പവറും ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞ് ആയത്ത് ഏതാണെന്ന് ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പറയാൻ പോകുന്ന ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ, എപ്പോഴും പാരായണം ചെയ്താൽ, നിങ്ങളുടെ ഫർള് നമസ്കാര ശേഷം 7 തവണ നിങ്ങൾ പാരായണം ചെയ്താൽ, സുബഹി നമസ്കാരം കഴിഞ്ഞു, ളുഹർ നമസ്കാരം കഴിഞ്ഞു, അസ്ർ മഗ്രിബ് ഇശ, ഈ 5 വഖത്ത് നമസ്കാര ശേഷവും ഓരോ നമസ്കാര ശേഷവും 7 തവണ വെച്ച് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം, ഒന്ന്, ഈമാനിൽ കരുത്തുണ്ടാവും. ഈമാൻ അടിപതറിപ്പോകൂല. ഈമാൻ നഷ്ടപ്പെടുമ്പോഴാണ്, ഈമാൻ പതറിപ്പോകുമ്പോഴാണ് ആത്മഹത്യ പോലെയുള്ള വിപത്തുകളെ തൊട്ട് നാം പ്രതീക്ഷിക്കുകയും നാം സങ്കടപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുണ്ടാവൂല. 2, നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല. ഈമാൻ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ പറ്റും. ഈമാൻ പതറിപ്പോകൂല. 2ാമത്തത് ദാരിദ്ര്യം വരില്ല. 3ാമത്തത് നിന്ദ്യര് പോലും നമ്മൾ അംഗീകരിക്കുമെന്നാണ്. നാട്ടിൽ വിലയില്ലാത്ത, നാട്ടിൽ ആളുകൾക്കിടയിൽ പേരൊന്നുമില്ലാത്ത വെറും നിസ്സാരക്കാരായ നിന്ദ്യരായ ആളുകളുണ്ടാവും. അവരുപോലും നമ്മളെ അംഗീകരിക്കുകയും അവരുപോലും നമ്മളെ കേൾക്കാൻ സന്നദ്ധരാവുകയും നമ്മോട് ഇഷ്ടത്തോടെ പെരുമാറുകയും ചെയ്യുമെന്നാണ് ഹദീസുകളിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുക. 4ാമത്തത് എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും. 5ാമത്തത് എത്ര വലിയ കടമുണ്ടെങ്കിലും അവന് വീട്ടിൽ തരും. 6ാമത്തത് എന്തെങ്കിലും കുടുക്കിലോ ജയിലിലോ ആയിപ്പോയാൽ അവന് മോചനം ഉണ്ടാകും. 7ാമത്തത് എല്ലാ വഴികളും, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ എല്ലാ വഴികളും അവൻ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് മഹാരഥന്മാർ. ഈ 7 തവണ ചൊല്ലുമ്പോൾ ഈ 7 ഗുണങ്ങളാണ്. അത് മാത്രമല്ല, ഈ ആയത്തിന് നമ്മൾ ആരെങ്കിലും ഗർഭവതികൾ പാരായണം ചെയ്താൽ, ഈ ആയത്ത് ഗർഭവതികൾ പാരായണം ചെയ്താൽ സുഖപ്രസവം, ആ ഗർഭത്തിൽ സുരക്ഷ, ആ ഗർഭസംബന്ധമായ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഭക്ഷണമൊക്കെ പ്ലേറ്റാക്കി വെച്ച് കഴിക്കാൻ പോവാണ്, ബിസ്മി പറഞ്ഞാണല്ലോ കഴിക്കുക. ആ കഴിക്കുന്നതിന് മുമ്പ് 1 വട്ടം ഈ ആയത്ത് ഓതിയാൽ നമുക്ക് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഫുഡ് പോയിസൺ പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് വരൂല. ഏത് ഭക്ഷണം കഴിക്കുമ്പോൾ, അത് സ്നാക്സ് ആകട്ടെ അല്ലെങ്കിൽ മിഠായികളാകട്ടെ, ഏതുമാകട്ടെ, ഫുഡ് പോയിസണുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസങ്ങളും ഇത് ഓതിയിട്ട് കഴിച്ചാൽ ഉണ്ടാകൂല എന്ന മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെക്കാണ്. മാത്രമല്ല, സുബഹി നമസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും ഒരേ ഒരു വട്ടം ഈ ആയത്ത് പാരായണം ചെയ്താൽ അവൻ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണൂല. ഇരിപ്പിടം കാണാതെ മരണപ്പെടൂല എന്ന് മഹാരഥന്മാർ. നമുക്ക് സ്വർഗം, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ അസ്റായിൽ നമ്മളോട് പറയില്ലേ, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, സ്വർഗം നിങ്ങൾ നോക്കിക്കേ, ആ സ്വർഗം നമുക്ക് അല്ലാഹു കാണിച്ചു തരുമെന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് ഒരേ ഒരു വട്ടം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ അല്ലാഹു തരുമെന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ മക്കളോ നമ്മളോ വല്ല ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ വല്ല പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ, എക്സാമുമായി ബന്ധപ്പെട്ടോ ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത് നമ്മൾ പാരായണം ചെയ്താൽ, പ്രിയമുള്ളവരെ, ഉറപ്പാണ് 50 തവണ ഇത് പാരായണം ചെയ്യണം. പോകുന്നതിന് മുമ്പ് 50 തവണ പാരായണം ചെയ്യണം. ഉറപ്പിച്ചോ, വിജയം കൊണ്ടല്ലാതെ നിങ്ങൾ മടങ്ങി വരില്ല. ഏത് കടുകട്ടിയുള്ള പരീക്ഷകളാണെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ചെയ്തു തരും. 50 വട്ടം പാരായണം ചെയ്യണം. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം ബാങ്കിനും ജുമഅയ്ക്ക് മുമ്പും 99 തവണ നിങ്ങൾ ഇത് പറഞ്ഞാൽ സമ്പത്ത് ഹലാലായി നിങ്ങൾക്ക് അധികരിക്കും. ജുമഅയ്ക്ക് ബാങ്ക് വിളിച്ച് ആ ജുമ തുടങ്ങുന്ന നിസ്കാരത്തിന് ഇടയിൽ വെച്ച് 99 തവണ പാരായണം ചെയ്യുക. അതോടൊപ്പം ആരെങ്കിലും വ്യാഴാഴ്ച രാത്രി 11 വട്ടം മഗ്രിബിന് ശേഷം ഇത് പതിവാക്കിയ, എല്ലാ വ്യാഴാഴ്ചയും മഗ്രിബ് കഴിഞ്ഞ 11 വട്ടം, നിങ്ങൾക്ക് കണ്ണേറില്ല, സിഹിറില്ല, ഒന്നും നിങ്ങൾക്ക് വരില്ല എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. മാത്രമല്ല, എല്ലാ ദിവസവും മുടങ്ങാതെ 99 വട്ടം ഈ ആയത്ത് പാരായണം ചെയ്താൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടല്ലാതെ ആ മനുഷ്യൻ മരണപ്പെടൂല
നഷ്ടപ്പെടൂല എന്ന് മുജറബായി അനുഭവസ്ഥരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു 99 അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. മാത്രമല്ല, സമ്പത്ത് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ, നമ്മൾ പേഴ്സിലാകട്ടെ അലമാരിയിലാകട്ടെ സ്വർണ്ണ ഊരി വെക്കാണ്. ഈ പറയുന്ന ആയത്ത് ഒരു തവണ ഓതിയിട്ട് അവിടെ വെച്ചാൽ സുരക്ഷയുണ്ടാകും. കള്ളന്മാരുടെ കണ്ണിൽ പെടൂല, അത് മോഷണം പോകൂല, നഷ്ടപ്പെട്ടു പോകൂല. അതോടൊപ്പം തേള് കടിച്ചാൽ, അതുപോലെ ഈ വിഷമുള്ള ജീവികൾ കടിച്ചാൽ 66 വട്ടം ഊതുക. എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. അതിന് ശമനം ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോകണം, അത് വേറെ കാര്യം. വിഷം തീണ്ടിയാൽ ആശുപത്രിയിൽ പോകണമല്ലോ. എന്നാലും ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നാണ് ഖുർആൻ കൊണ്ട് ചികിത്സ. ആദ്യം അള്ളാനെ തവക്കുലാക്ക്, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളി. അപ്പൊ അതിന് ബലം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം എല്ലാ ദിവസവും മുടങ്ങാതെ 41 തവണ അത്ഭുതങ്ങളുടെ കലവറ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ ദിവസവും മുടങ്ങാൻ 41 തവണ ചൊല്ലിയൊക്കെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാം. അത് മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ആയ തോതിയിട്ട് പുറത്തിറങ്ങിയാൽ ഒരു വിപത്തും നിങ്ങൾക്ക് വരൂല, സുരക്ഷിതമായി വീട്ടിലെത്തുമെന്നാണ്. മാത്രമല്ല, ഇത് പതിവാക്കുന്നവന്റെയും അള്ളാഹ്ക്കിടയിലും മറയില്ല. മരിച്ചാൽ സ്വർഗമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുക. ഇത്രയേറെ മഹത്വമുള്ള മഹാത്മ്യമുള്ള അത്ഭുതങ്ങളുടെ ആയത്ത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഇത്രയേറെ മഹത്വം തരുന്നതിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ പുണ്യമായ റബീഉൽ അവ്വലിൽ അത് പാരായണം ചെയ്യൽ, അത് അഭികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പറഞ്ഞ മഹാരഥന്മാർ, പ്രവാചകനുരാഗികൾ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ് അത്? സൂറത്തു തൗബയുടെ അവസാനത്തെ 2. ഇതായിരുന്ന അവസ്ഥാതെ. പക്ഷെ നമ്മൾ എത്ര പേര് ചൊല്ലുന്നുണ്ട്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം തുടങ്ങുന്ന തൗബയുടെ അവസാനത്തെ 2 ആയത്തുമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം എല്ലാ നിസ്കാര ശേഷവും 7 തവണ നിങ്ങൾ ഓതി നോക്കിക്കേ. അത്ഭുതങ്ങൾ കാണാം, പ്രയാസങ്ങളൊക്കെ ഉരുകുന്നത് കാണാം. നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കരഗതമാക്കുവാനും വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്നിരിക്കുമാറാകട്ടെ. ഖുർആനിലൂടെ ജീവിച്ച്, ഖുർആൻ കൊണ്ട് മരിച്ച്, ആ ഖുർആനിലായി തന്നെ മരണപ്പെട്ട് അള്ളാഹു നാളെ ഷഫാഅത്തിനായി ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്, ഓരോ കമന്റുകളും കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളും ദുആ ചെയ്യണം. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെ പ്രവാചക കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും പ്രവാചക സ്നേഹങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള കഥകളാണ് കേൾക്കാൻ. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ചാനൽ. ആ ചാനലിന്റെ പേര് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസ് നിങ്ങൾ കാണുക. മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ പാടിപ്പറഞ്ഞ് തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന ആയിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്സ് അല്ലാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.